പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ത്യ വിരുദ്ധർക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു രാജ്യം ഇന്ത്യയായിരിക്കും. ഏത് രാജ്യത്തായിരുന്നാലും ശരി, അതിനും യൂറോപ്യൻ രാജ്യങ്ങളായിരിക്കട്ടെ, ഇനിയും GCC കൺട്രീസ് ആയിരിക്കട്ടെ, ഏത് രാജ്യമായിരുന്നാലും ശരി, ആ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചാൽ അവർക്ക് മരണമാണ് ശിക്ഷ, അതല്ലെങ്കിൽ ആജീവനാന്ത കാലം തടങ്കലാണ് ശിക്ഷ. മറ്റേ ഒരു എക്സ്ക്യൂസും അവർക്കുണ്ടായിരിക്കില്ല. നമുക്കറിയാം, ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്ന സമയത്ത് ഇസ്രായേലിനെതിരെ ഹമാസിനെ അനുകൂലിച്ചതിന്റെ പേരിൽ മിനിറ്റുകൾക്കകമാണ് ആ വീട്ടിലേക്ക് ഇസ്രായേൽ പട ഇരച്ചെത്തി അവരെ പാക്ക് ചെയ്ത് ഗാസയിലേക്ക് കൊണ്ടുചെന്നാക്കിയത്. അതങ്ങനെയാ. ട്രംപ് അധികാരത്തിൽ കയറിയ ഉടനെ ചെയ്തത് എന്താ? കുടിയേറ്റക്കാരെ ആ രാജ്യത്തു നിന്നും നാടുകടത്തുക. അതാത് രാജ്യങ്ങൾ സ്വീകരിച്ചോ? ഇന്ത്യ പറഞ്ഞു, ഇന്ത്യയിൽ നിന്നും എത്ര പേരവിടെ ഉണ്ടെങ്കിലും ശരി, അനധികൃത കുടിയേറ്റമാണെങ്കിലും നിയമാനുസൃതമാണെങ്കിലും ശരി, ഞങ്ങൾ സ്വീകരിച്ചോളാം. പക്ഷെ ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും സിറിയക്കാരും കുടിയേറ്റക്കാരെ സ്വീകരിക്കാൻ തയ്യാറായില്ല. അതാത് രാജ്യത്തിന്റെ പൗരന്മാരായിട്ട് പോലും അവരെ സ്വീകരിക്കാൻ തയ്യാറാകാത്ത സമീപനം വന്നപ്പോഴാണ് ചങ്ങലയ്ക്ക് കിട്ടിയ രാജ്യത്ത് കൊണ്ടിറക്കി കൊടുക്കേണ്ടി വന്നത്. അതിനുശേഷം എന്താ ചെയ്തത്? ആദ്യം ഈ തീവ്രവാദം വരുന്ന സോഴ്സ് ഏതാണ് എന്നാണ് ട്രംപ് നോക്കിയത്. നോക്കുമ്പോൾ അത് ക്യാമ്പസുകളാണ്. വളർന്നു വരുന്ന യുവതലമുറയുടെ തലച്ചോറുകളിലേക്ക് ഈ മത തീവ്രവാദത്തിന്റെ രക്തം ഊട്ടി ഉറപ്പിക്കുകയാണ് ചില തീവ്രവാദ സംഘടനകൾ ചെയ്യുന്നത്. ശരി, അത്തരം സംഘടനകളും സംഘാടകരും നമ്മുടെ രാജ്യത്ത് വേണ്ട. ക്യാമ്പസുകളിൽ ഹമാസിനും പലസ്തീനും ഗാസയ്ക്കും അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുകയും പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ചെയ്ത ആളുകളെയൊക്കെ ട്രാവൽ ബാൻ ചെയ്ത് അടിച്ച് കൈ കൊടുത്തു. പൊയ്ക്കോ, തിരിഞ്ഞു നോക്കാതെ പൊയ്ക്കോ, ഇനി ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല. കൂടുതൽ സംസാരിച്ച് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ രാജ്യത്ത് ഒരുപാട് ജയിലുകളുണ്ട്, പിടിച്ചതിനകത്തുണ്ട്, പൊയ്ക്കോ മര്യാദയ്ക്ക്. അതല്ലാതെ മറ്റു മാർഗമില്ല. എന്നിട്ട് ഈ പ്രതിഷേധങ്ങളെല്ലാം ഹിന്ദു, ക്രിസ്ത്യൻ, ജൂത വിദ്യാർത്ഥികൾക്കെതിരെയായിരുന്നു സംഘടിപ്പിച്ചിരുന്നത്. അതും ട്രംപ് പൊക്കിയെടുത്തു, രക്ഷയില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കകത്ത് തന്നെയാണ് ഇന്ത്യ വിരുദ്ധർ നിലകൊള്ളുന്നത്. നമുക്ക് പല സന്ദർഭങ്ങളിലായി അറിയുന്ന കാര്യമാണ്. പോപ്പുലർ ഫ്രണ്ടിനെ എന്തുകൊണ്ടാണ് നിരോധിച്ചത്? ഈ രാജ്യത്തിനെതിരെ ചുക്കാൻ പിടിച്ചതിന്റെ പേരിൽ. അവരുടെ ബാനർ എന്തായിരുന്നു? ഭരണഘടനാ സംരക്ഷണം, ഇന്ത്യയെ സംരക്ഷിക്കുക. അവർ സമാനമായിട്ട് റിപ്പബ്ലിക് ദിനം ജനുവരി 26 ഒരു പരേഡ് സംഘടിപ്പിക്കുന്നു. കേരളം മുഴുവനും ഒരു പരേഡ് യാത്ര സംഘടിപ്പിക്കുന്നു ഭരണഘടനയെ സംരക്ഷിക്കാൻ. ഇല്ലേ, സേതുരാമയ്യർ CBI എന്ന സിനിമയില് ജഗദീഷ് ഒരു പൗരസമിതിയൊക്കെ രൂപീകരിച്ച് മുന്നിൽ നിന്ന് നയിച്ചു. നോക്കുമ്പോൾ അവൻ തന്നെയായിരുന്നു ആ കൊലയാളി എന്ന് പറയുന്നത് പോലെ ഇന്ത്യയെയും ഭരണഘടനയെയും സംരക്ഷിക്കാൻ ഇറങ്ങിയ ആൾക്കാർ തന്നെയായിരുന്നു ശരിക്കും കാലന്മാരെന്ന് ഈ രാജ്യത്തിന്റെ ഇന്നത്തെ തേരാളികൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇവർക്ക് തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പുതിയൊരു ഇന്ത്യ വിരുദ്ധൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയുന്ന ആളാണ്. ഹമാസ് തീവ്രവാദിയാണ്, ഹമാസ് പ്രചാരകനാണ്. അപ്പൊ ഹമാസ് പ്രചാരകനും ഐസിസ് ഭീകരവാദിയുമെന്നും ഇന്ത്യയെ സ്നേഹിക്കുമെന്നും ഇന്ത്യയെ നന്നാക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തുണ്ടാകുമെന്നും ചിന്തിക്കാൻ നമ്മളാരും അത്രമാത്രം മണ്ടന്മാരൊന്നുമല്ല. ഈ ഹമാസിനാണെങ്കിലും പോപ്പുലർ ഫ്രണ്ട്, SDP ഇവരൊക്കെ പ്രകടമായിട്ട് പ്രത്യക്ഷമായിട്ട് അയ്യോ ഇസ്ലാം എന്തോ വലിയ സംഭവമാണ് എന്ന് പറയുമെങ്കിൽ പോലും ഇവരുടെ ഉള്ളിൽ കിടക്കുന്നത് മുഴുവനും അന്യമത വിരുദ്ധതകളാണ്. അത് അവരുടെ കുഴപ്പമല്ല, അവര് വെറും ഇരകളാണ്, പാവങ്ങള്. അവരെ ഈ രൂപത്തിലേക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഗ്രന്ഥമാണ്. ബോധത്തെ തീർക്കാൻ ഹമാസ് അനുകൂല പ്രചാരണം നടത്തിയതിന്റെ പേരിൽ US-ൽ തടവിൽ കഴിയുന്ന ഇന്ത്യൻ വിദ്യാർത്ഥി ബദർ ഖാൻ സൂരി വെറും ഒരു ഹമാസ് അനുകൂലിയല്ല, കടുത്ത ഹമാസ് അനുകൂലി. സൂരിക്ക് ഹിന്ദുക്കൾ അപകർഷതാബോധത്തെ തീർക്കാൻ മസ്ജിദുകൾക്ക് മുന്നിൽ നൃത്തം ചെയ്യുന്നവരാണ്. ഇന്ത്യ വംശഹത്യക്ക് വഴിയൊരുക്കുന്ന രാജ്യമാണ്. ഹമാസിനോടുള്ള കടുത്ത ആരാധന മൂലം ഇയാൾ ജീവിത പങ്കാളിയാക്കിയത് ഹമാസ് രക്തം സിരകളിൽ ഒഴുകുന്ന ഒരു സ്ത്രീയെ തന്നെ. മുതിർന്ന ഹമാസ് ഉപദേഷ്ടാവായ അഹമ്മദ് യൂസഫിന്റെ മകളായ മാഫിസ് സാലിഹാണ് ഈ ഭാരത വിരുദ്ധന്റെ ഭാര്യ. ഇപ്പോൾ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹാനിയയ്ക്കൊപ്പം ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ചിത്രം പുറത്തു വന്നപ്പോഴാണ് സൂര്യയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. ഡൽഹിയിലെ ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാലയിലെ മുൻ ഗവേഷണ വിദ്യാർത്ഥിയും ഇപ്പോൾ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിൽ ഗവേഷകനുമായ നമ്മൾ വിചാരിക്കുന്നത് പോലെ അയ്യോ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകനാണോ പ്രൊഫസറാണോ
ക്ലസ്റ്റർ കൊടുക്കുന്ന പ്രൊഫസറാണോ എന്നൊന്നും വിചാരിക്കരുത്. കണ്ണൂരിൽ നിന്ന് ഐസിസിലേക്ക് പോയി പൊട്ടിത്തെറിച്ച റാഷിദ് അബ്ദുള്ള പീസ് ഫൗണ്ടേഷൻ നമുക്കറിയാം, MM അക്ബറിന്റെ, അവിടെ പ്രൊഫസർമാർക്ക് ക്ലസ്റ്റർ കൊടുക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസവും വിവരവും രണ്ടും രണ്ടാണ്. സാക്കിർ നായിക് ഒരു ഡോക്ടറാണ്, മറക്കരുത്. എന്നിട്ടും തീവ്രവാദം സിരകളിലാണ് ഓടുന്നത്. ബദർ ഖാൻ സൂരിയെ വെർജീനിയയിലെ വീടിന് സമീപത്ത് നിന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് അറസ്റ്റ് ചെയ്തത്. സൂര്യയുടെ ഭാര്യ മാഫിസ് സാലിഹ് മുതിർന്ന ഹമാസ് ഉപദേഷ്ടാവായ അഹമ്മദ് യൂസഫിന്റെ മകളാണ്. ഇസ്രായേൽ കൊലപ്പെടുത്തിയ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയുടെ ഉപദേഷ്ടാവായിരുന്നു അഹമ്മദ് യൂസഫ്. ഗാസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജേർണലിസം ബിരുദം നേടിയ മാഫിസ് സാലിഹ് US പൌരയാണ്. ഡൽഹിയിലെ ജാമിയ മിലിയ ഇസ്ലാമിയയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും അവർ നേടിയിട്ടുണ്ട്. ഹമാസ് അനുകൂല അൽ ജസീറയിൽ അവർ മുൻപ് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ. ബദർ ഖാൻ സൂരിയും ഭാര്യ മാഫിസ് സാലിഹയും സോഷ്യൽ മീഡിയ വഴി ഹമാസ് ആശയങ്ങൾ പ്രചരിപ്പിച്ചു. ഇതിലൂടെ US വിദേശ നയത്തിന് അപകടമുണ്ടാക്കി എന്ന് ആഭ്യന്തര സുരക്ഷാ വകുപ്പ് ആരോപിക്കുന്നു. ഇതാണ് വിദേശ രാജ്യങ്ങളുടെ ഒരു പ്രത്യേകത. ആ രാജ്യത്തിനെതിരെ ഒരു ചലനമുണ്ടാക്കിയാൽ പോലും ഉടനടി പിടി വീഴും. പക്ഷേ ഇന്ത്യയിൽ മാത്രം അത്തരം ദ്രുതഗതിയിലുള്ള ഒരു നിയമ സംവിധാനം നടക്കുന്നില്ല. നമ്മുടെ രാജ്യത്ത് കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്ന, സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിക്കുന്ന, പരസ്പരം മതങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഏത് ശക്തിയെയും തുരത്തേണ്ടത് നമ്മുടെ അനിവാര്യതയാണ്. പോസ്റ്റുകളാണ് പലപ്പോഴും സൂരി പങ്കുവച്ചിരുന്നത്. ഹിന്ദുക്കൾ തങ്ങളുടെ അപകർഷതാബോധം മൂലം മസ്ജിദുകൾക്ക് മുന്നിൽ നൃത്തം ചെയ്യുന്ന ശീലം പുലർത്തിയിരുന്നു എന്ന് സൂരി തന്റെ ഒരു പോസ്റ്റിൽ പറഞ്ഞിരുന്നു. ഗാസയിൽ കണ്ടെത്തിയ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ചതാണ് എന്ന് ആരോപിക്കുന്ന മറ്റൊരു പോസ്റ്റിൽ ഇന്ത്യ വംശഹത്യക്ക് വഴിയൊരുക്കുന്ന രാജ്യം എന്നാണ് സൂരി തന്റെ പോസ്റ്റിൽ വിശേഷിപ്പിച്ചത്. പലസ്തീനുകളുടെ സഖ്യകക്ഷി എന്ന നിലയിൽ നിന്ന് ഒരു വംശഹത്യക്ക് വഴിയൊരുക്കുന്ന ആളിലേക്ക് മേക്ക് ഇൻ ഇന്ത്യക്ക് പലസ്തീൻ കുട്ടികളെ കശാപ്പ് ചെയ്യാൻ ഇസ്രായേലിന് മിസൈലുകൾ വിതരണം ചെയ്യുന്നത് എത്ര അപമാനകരമാണ്. രക്തപ്പണത്തിന് മൂല്യങ്ങളുടെ മാറ്റം ലജ്ജാകരം എന്നും സൂരി പോസ്റ്റിൽ പറയുന്നു. 2011 ഗാസയിലേക്കുള്ള ഒരു അന്താരാഷ്ട്ര മാനുഷിക സംഘത്തിന്റെ ഭാഗമായപ്പോഴാണ് ബദർ ഖാൻ സൂരി മാഫിസ് സാലിഹിനെ കണ്ടുമുട്ടുന്നത്. ആ സമയത്ത് സൂരി ജാമിയ മിലിയയിൽ PhD ചെയ്യുകയായിരുന്നു. ഗാസ സന്ദർശിക്കുന്ന ഗ്രൂപ്പിന്റെ വിവർത്തകനായി മാഫിസ് ജോലി ചെയ്തിരുന്നു എന്നും ഇന്ത്യയിലേക്ക് മടങ്ങിയതിനു ശേഷം ഫോണിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും അവർ ബന്ധം പുലർത്തുകയും ചെയ്തു. ഒടുവിൽ അത് വിവാഹത്തിൽ കലാശിക്കുകയായിരുന്നു. ഹമാസ് ബന്ധമുണ്ട് എന്ന് ആരോപിച്ച് US അറസ്റ്റിലായ ജോർജ് ടൗൺ സർവകലാശാലയിലെ ഇന്ത്യൻ ഗവേഷകനായ ബദർ ഖാൻ സൂരി അതേസമയം നാട് കടത്തുന്നത് തടഞ്ഞിരിക്കുകയാണ് US കോടതി. കോടതിയിൽ നിന്ന് മറ്റൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ സൂര്യയെ പുറത്താക്കരുത് എന്നാണ് വെർജീനിയയിലെ ഈസ്റ്റേൺ ജില്ലാ കോടതി ജഡ്ജി പട്രീഷ്യ ട്രോളിവർ. ഇന്ത്യ വിരുദ്ധരായ ധാരാളം ഹമാസ് അനുകൂലികൾ, ISIS അനുകൂലികൾ ഈ രാജ്യത്തിനകത്തും പുറത്തുമുണ്ട്. ഇരിക്കട്ടെ, പാലക്കാട് തൃത്താലയിലെ ഇസ്മായിൽ ഹനിയയുടെയും അതുപോലെ യഹിയ സിൻവാറിന്റെയും ചിത്രങ്ങൾ ആനപ്പുറത്തെ എഴുന്നള്ളത്തിന് കൊണ്ടുപോയ ഹമാസ് ഫാൻസിനെതിരെ ഈ കേരളത്തിൽ എന്ത് നിയമ നടപടിയാണ് സ്വീകരിച്ചത്? അത് കഴിഞ്ഞിട്ടല്ലേ ഇന്ത്യൻ വിദേശ വിദ്യാർത്ഥി, ഗവേഷക വിദ്യാർത്ഥിയുടെ വിഷയത്തിലേക്ക് നമ്മൾ പോകുന്നത്? ഉത്തരവിട്ടത് ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിലെ അപൂർവമായി ഉപയോഗിക്കുന്ന വകുപ്പ് പ്രകാരമാണ് സൂര്യയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇതുവഴി US വിദേശനയ താൽപര്യങ്ങൾക്ക് ഭീഷണിയായി കാണുന്ന US പൌരൻ അല്ലാത്തവരെ നാട് കടത്താൻ സ്റ്റേറ്റ് സെക്രട്ടറിക്ക് സാധിക്കും. ഡൽഹിയിലെ ജാമിയ മിലിയയിൽ നിന്നും ബിരുദാനന്തര ബിരുദം നേടിയ ശേഷമാണ് ബദർ ഖാൻ സൂരി US എത്തുന്നത്. ഇനി എത്ര വലിയ വിദ്യാസമ്പന്നനാണെങ്കിലും ശരി, എത്ര വലിയ വിദ്യാഭ്യാസ ശ്രേണികളിൽ ഇരിക്കുന്ന ആളാണെങ്കിലും, പോപ്പുലർ ആണെങ്കിലും, ജേർണലിസ്റ്റ് ആണെങ്കിലും, ഡോക്ടർ ആണെങ്കിലും, എഞ്ചിനീയർ ആണെങ്കിലും, കളക്ടർ ആണെങ്കിലും, ഉള്ളിൽ കിടക്കുന്നത് ഇത്തരം സ്പർദ്ധയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഉള്ളിൽ കിടക്കുന്നത് മതതീവ്രവാദമാണെങ്കിൽ, ഇത്തരം ഭീകരതയാണെങ്കിൽ, അന്യമതസ്ഥരെ ഇല്ലായ്മ ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ഇവന്റെയൊക്കെ സിരകളിലൂടെ ഓടുന്നതെങ്കിൽ ഇവനെയൊക്കെ കൽത്തുറങ്കിൽ അടയ്ക്കണം. അതല്ലെങ്കിൽ എന്തിനായിരിക്കും ഇവരെയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്? നന്ദി.